തുടർച്ചയായ 5 പരാജയങ്ങൾക്ക് ശേഷം IPL-ൽ വിജയവഴിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. വിക്കറ്റിന് പിന്നിലും ക്രീസിലും ക്യാപ്റ്റൻ MS ധോണി നിറഞ്ഞാടിയ മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ 5 വിക്കറ്റുകളുടെ തകർപ്പൻ വിജയമാണ് ചെന്നൈ സ്വന്തമാക്കിയത്. അച്ചടക്കത്തോടെയുള്ള ബോളിംഗും ഫീൽഡിംഗിലെ പിഴവുകൾ കുറക്കാനായതും ചെന്നൈക്ക് മത്സരത്തിൽ നേട്ടമായി. ബാറ്റർമാരിൽ പലരും നിരാശപ്പെടുത്തിയെങ്കിലും യുവ ഓപ്പണർ ഷെയ്ഖ് റഷീദിന്റെ പ്രകടനം ടീമിന് പ്രതീക്ഷ പകരുന്നതാണ്. തുടർച്ചയായി ബൗണ്ടറികൾ നേടിയ റഷീദ് ഒടുവിൽ കൂറ്റിനടിക്ക് മുതിർന്ന് പുറത്താവുകയായിരുന്നു. 22 പന്തിൽ 37 റൺസെടുത്ത രജിൻ രവീന്ദ്രയുടെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. 4 ഓവർ പന്തെറിഞ്ഞ് 13 റൺസ് മാത്രം വഴങ്ങിയ നൂർ അഹമ്മദിന്റെ ബോളിംഗും ലക്നൗ സൂപ്പർ ജയൻസിനെ 166 റൺസിൽ ഒതുക്കുന്ന കാര്യത്തിൽ നിർണായക പങ്കുവഹിച്ചു. അൻഷുൽ കാംബോജും രവീന്ദ്ര ജഡേജയും മികച്ച രീതിയിൽ പന്തെറിഞ്ഞു. റൺസ് വഴങ്ങിയെങ്കിലും 2 വിക്കറ്റുകൾ വീഴ്ത്താൻ മദീഷ പതിരാനക്കായി. ഈ മത്സരത്തിൽ പിറന്ന കിടിലൻ റെക്കോർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഒന്നാമത്തേത് 43-ാം വയസ്സിലും തലയെടുപ്പോടെ ചെന്നൈ ടീമിനെ നയിച്ച ധോണി സ്വന്തമാക്കിയ കിടിലൻ റെക്കോർഡാണ്. IPL മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരവും ക്യാപ്റ്റനുമായി ധോണി മാറി. മധ്യനിരയിൽ ടീം പതറിയ സാഹചര്യത്തിൽ 11 പന്തിൽ 26 റൺസ് നേടി വിജയപ്രതീക്ഷയിലേക്ക് ടീമിനെ തിരിച്ചെത്തിച്ച പ്രകടനത്തിനാണ് ധോണി മാൻ ഓഫ് ദി മാച്ച് നേടിയത്. 2019-ൽ 6 വർഷങ്ങൾക്ക് മുമ്പാണ് അവസാനമായി ധോണി IPL-ൽ മാൻ ഓഫ് ദി മാച്ച് ആയത് എന്ന കാര്യം കൂടി ഓർക്കണം. 43 വയസ്സും 281 ദിവസങ്ങളും പ്രായമുള്ളപ്പോഴാണ് ധോണി ഈ റെക്കോർഡ് കുറിച്ചിരിക്കുന്നത്. നേരത്തെ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി പ്രവീൺ താംബെ 43 വയസ്സും 60 ദിവസങ്ങളും പ്രായമുള്ളപ്പോൾ IPL-ൽ മാൻ ഓഫ് ദി മാച്ച് ആയിരുന്നു. ക്രിസ് ഗെയിൽ, ആദം ഗിൽക്രിസ്റ്റ്, ഷെയ്ൻ വോൺ തുടങ്ങിയവർ 41 വയസ്സുള്ളപ്പോൾ IPL-ൽ മാൻ ഓഫ് ദി മാച്ച് ആയ താരങ്ങളാണ്. അടുത്തത് ജഡേജയും ധോണിയും ഒരുമിച്ച് ചേർന്ന് നേടിയ ഒരു റെക്കോർഡാണ്. ഏറ്റവും അധികം സ്റ്റംപിങ്ങുകൾ സ്വന്തമാക്കിയ ബോളർ കീപ്പർ കോംബോ എന്ന കാര്യത്തിൽ 1-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ധോണി ജഡേജ കോംബോ. 9 തവണയാണ് ജഡേജയുടെ പന്തിൽ ധോണി എതിർ ബാറ്ററെ സ്റ്റംപ് ചെയ്തിരിക്കുന്നത്. അമിത് മിശ്ര, ദിനേശ് കാർത്തിക്, പ്രഗ്യാൻ ഓജ, ആദം ഗിൽക്രിസ്റ്റ് എന്നീ കോംബോകളും ഇക്കാര്യത്തിൽ 9 സ്റ്റംപിങ്ങുകളുമായി ആദ്യ സ്ഥാനത്തുണ്ട്. 8 സ്റ്റംപിങ്ങുകളുമായി അശ്വിൻ ധോണി കോംബോ ഇക്കാര്യത്തിൽ 2-ാം സ്ഥാനത്താണ്. തുടർച്ചയായി 5 പരാജയങ്ങൾ. 7 മത്സരങ്ങളിൽ 3 തവണ ഓപ്പണിംഗ് ജോഡിയെ മാറ്റേണ്ടി വന്നു. അങ്ങനെ ടോപ്പ് ഓർഡറിൽ നിരാശാജനകമായ പ്രകടനമാണ് ചെന്നൈ ടീം കാഴ്ചവെച്ചിരുന്നത്. ഒടുവിൽ യുവതാരത്തെ ഓപ്പണറാക്കി എത്തിച്ച പരീക്ഷണം ലക്നൌവിനെതിരെ ഒരു പരിധിവരെ വിജയിച്ചു. ഓപ്പണറായെത്തിയ ഷെയ്ഖ് റഷീദും ഒരു റെക്കോർഡ് സ്വന്തമാക്കിയാണ് കളം വിട്ടത്. ചെന്നൈ ടീമിന് വേണ്ടി ഓപ്പണറാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി ഷെയ്ഖ് റഷീദ് മാറി. 20 വയസ്സും 202 ദിവസങ്ങളുമാണ് ഷെയ്ഖ് റഷീദിന്റെ പ്രായം. മത്സരത്തിൽ 6 ബൗണ്ടറികളുടെ അകമ്പടിയോടെ 19 പന്തിൽ 27 റൺസ് നേടിയാണ് റഷീദ് പുറത്തായത്. 2020 IPL-ൽ 22 വയസ്സും 132 ദിവസങ്ങളും പ്രായമുള്ളപ്പോൾ ചെന്നൈക്കായി ഓപ്പൺ ചെയ്യാനെത്തിയ സാം കറൻ ആയിരുന്നു നേരത്തെ ഈ റെക്കോർഡിന് ഉടമ. അടുത്തത് ധോണി സ്വന്തമാക്കിയ റെക്കോർഡ് തന്നെയാണ്. പക്ഷേ ഈ റെക്കോർഡിന് ഒരു പ്രത്യേകതയുണ്ട്. ലക്നൗ ബാറ്റർ അബ്ദുൾ സമദിനെ കഴിഞ്ഞ മത്സരത്തിൽ ധോണി റണ്ണൌട്ടാക്കിയ രീതി ഒരു ക്രിക്കറ്റ് ആരാധകനും മറക്കാനിടയില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഓവർ ദി ഹെഡ് ത്രോയിലൂടെയാണ് സമദിനെ ധോണി പുറത്താക്കിയത്. ഇതോടെ IPL-ൽ 25 റണ്ണൌട്ടുകൾ നടത്തുന്ന ആദ്യ താരമായി ധോണി മാറി. നേരത്തെ 24 റണ്ണൌട്ടുകളുമായി ധോണി ഇക്കാര്യത്തിൽ മുന്നിലുണ്ടായിരുന്നു. മാത്രമല്ല ഈ മത്സരത്തിലെ പ്രകടനത്തിലൂടെ IPL-ൽ 200 ഡിസ്മിസൽ സ്വന്തമാക്കുന്ന ആദ്യ വിക്കറ്റ് കീപ്പറായും ധോണി മാറിയിട്ടുണ്ട്. ജഡേജയുടെ പന്തിൽ ആയുഷ് ബദോനിയെ സ്റ്റംപ് ചെയ്താണ് ധോണി ഈ റെക്കോർഡിലെത്തിയത്. ഋഷഭ് പന്തിന്റെ ക്യാച്ചും കൂടി നേടിയതോടെ ധോണിയുടെ ഈ നേട്ടം 201 മാറുകയും ചെയ്തു. എന്തായാലും മത്സരത്തിൽ മികച്ചൊരു വിജയം തന്നെയാണ് ധോണിയുടെ നേതൃത്വത്തിൽ ചെന്നൈ നേടിയത്. 7 മത്സരങ്ങളിൽ നിന്ന് 2 ജയം മാത്രമുള്ള ചെന്നൈ ഇപ്പോഴും പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ്. ഇനിയുള്ള മത്സരങ്ങളെല്ലാം ടീമിന് നിർണായകമാണ്.